ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ ഞാനിന്നൊരു ഫിലിം കണ്ടു. അപ്പോൾ അത് ഇറങ്ങിയിട്ട് ഒത്തിരി നാളായി. എന്നാലും ആ ഫിലിമിനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഫിലിമിൻ്റെ പേര് ടൂറിസ്റ്റ് ഫാമിലി എന്നാണ്. ശശികുമാറും സിമ്രാനും അഭിനയിച്ച ഫിലിമാണ്. പിന്നെ നമ്മുടെ ആവേശത്തിലെ നമ്മുടെ ബിബി മോൻ ഉണ്ട്. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവരുടെയും ഇളയ മകനായിട്ട് അഭിനയിക്കുന്ന പയ്യൻ. അത് സൂപ്പറായിട്ടുണ്ട്. പുള്ളിയുടെ ഓരോരോ സിറ്റുവേഷനിൽ പുള്ളിയുടെ എൻട്രിയാണ് ഈ ഫിലിമിന് കൂടുതലും എന്താ പറയുക എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്നത് പോലെ ഫിലിമിൻ്റെ മൊത്തത്തിൽ നമുക്ക് ബോറടിക്കത്തില്ല. നല്ലൊരു ഫിലിമാണ്, കണ്ടുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ സോങ് വൈസ് ആയാലും അതിൻ്റെ സ്റ്റോറി വൈസ് ആയാലും ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരു എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും ഒരു നല്ലൊരു ഫിലിമാണെന്ന്. പക്ഷെ അത് അതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ റിവ്യൂസൊക്കെ എടുത്ത് നോക്കിയത്. ഇപ്പോൾ റിവ്യൂവും ഭയങ്കര രീതിയിലുള്ള റിവ്യൂസാണുള്ളത്. അതും കളക്ഷൻസിലായാലും ഞാൻ ഈ കാണുന്നത് പോലെ വളരെ വേഗത്തിലാണ് അതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും അതിൻ്റെ ഷോസ് കൂടുന്നതായാലും എല്ലാം. വളരെ സന്തോഷം. ശശികുമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം ഇറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫാനാണ് പുള്ളിയുടെ. അപ്പോൾ അതിനുശേഷം വളരെ കാലത്തിന് ശേഷമാണ് ശശികുമാറിൻ്റെ ഒരു നല്ലൊരു ഫിലിം കാണുന്നത്. സിമ്രാൻ ആയാലും നമ്മളെ ഒരു ഗ്ലാമറസ് എന്നുള്ളൊരു ഇത് മാറ്റി അവരൊരു വീട്ടമ്മയായിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് അവർ എക്സലൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ലവ് സ്റ്റോറി ഇതിൻ്റെ ഇടയിൽ കൂടി പോകുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇളയ മകൻ, ഇവരുടെ രണ്ടുപേരുടെ ഇളയ മകൻ, അത് മാസാണ്. കോമഡി വൈസ് ആയാലും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആയാലും എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിമാണ്. ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഒത്തിരി നാളായെന്ന് നമുക്കറിയാം. എന്നാൽ തന്നെയും എനിക്കത് എൻ്റെ പ്ലാറ്റ്ഫോമിൽ അത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്ത റിവ്യൂസൊക്കെ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതല്ലല്ലോ ഇതാണെന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.